ഗുളികയാക്കി വിഴുങ്ങിയുള്ള ലഹരിക്കടത്തിൽ ബ്രസീലിയൻ ദമ്പതികളെ കൊച്ചിയിലെത്തിച്ചത് അന്തർദേശീയ ലഹരി കാർട്ടലിന്റെ സംഘങ്ങളാണ്. കേരളത്തിൽ എത്തിക്കുന്ന കൊക്കൈൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യാനായിരുന്നു ഇവരുടെ പദ്ധതി. ദമ്പതികളായ ഗബ്രിയേൽ റോഡ്രിഗസും ഭാര്യ ലൂക്കാസ് ഡെസിൽവയും മുൻപും കേരളത്തിൽ എത്തിയിട്ടുണ്ടോ എന്നാണ് കണ്ടെത്തൽ. ഈ ബ്രസീലിയൻ ദമ്പതികളായ ലൂക്കാസ് ഡിസിൽവയും ഒപ്പം തന്നെ ഗബ്രിയേൽ റോഡ്രിഗസും ഈ രണ്ടുപേരും മുൻപും കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് DRIയുടെ കണ്ടെത്തൽ. മാത്രമല്ല ഇവിടെ എത്തിയത് 3 ലക്ഷം രൂപയായിരുന്നു ഇവർക്ക് ഇതിൽ കമ്മീഷനായി ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ ലഹരി മരുന്ന് ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 16 കോടിയുടെ ലഹരി മരുന്നാണ് ഇവർ കേരളത്തിലേക്ക് എത്തിച്ചത്. ഈ കേരളത്തിൽ എത്തിക്കുന്ന ലഹരി മരുന്ന് പിന്നീട് വിവിധ ഇടങ്ങളിലേക്ക്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മുൻപും ഇത്തരത്തിൽ ലഹരി മരുന്ന് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മുന്തിയ ഇനം ലഹരി മരുന്നായിട്ടുള്ള കൊക്കൈനാണ് ഇവരെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു പരിശോധന ഇത് സംബന്ധിച്ച് വേണമെന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെ DRI എത്തിച്ചേർന്നു. കൂടുതൽ ആളുകൾ ഇവരെ കേരളത്തിൽ എത്തിച്ചതിൽ പങ്കുവഹിച്ച ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് DRIയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ഇവർക്ക് 7 ദിവസം താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. അത് ആരാണ് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയത്, മുൻപ് ഇവരെ എത്തിയപ്പോൾ എവിടെയാണ് താമസിച്ചിരുന്നത്, ഇതെല്ലാം സംബന്ധിച്ച് DRI വിശദമായി തന്നെ അന്വേഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഈ ദമ്പതികൾ പിടിയിലാകുന്നത്. ദുബായിൽ നിന്നുമായിരുന്നു ഇവർ കൊച്ചിയിലേക്ക് എത്തിയത്. മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ചാണെങ്കിൽ മെക്സിക്കൻ മാഫിയയാണ് ഇതിന് പിന്നിലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.